ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതാ ഉച്ചയ്ക്കെല്ലാം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇവിടുന്ന് അകത്തിയുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറേ പേരിലുണ്ട്, ഓരോരോ വണ്ടിയിലായിട്ട് ഓരോ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ബീച്ചിലേക്കല്ല കേട്ടോ വന്ന്, ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു വ്ളോഗിലും ഒരു മ്യൂസിയം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് പൊതുവേ ഇൻട്രസ്റ്റ് കുറവുള്ളൊരു മേഖലയാണ് മ്യൂസിയവും പിന്നെ മൊണ്യുമെൻറ്റ്സൊക്കെ. അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ പാകത്തിന് കേട്ടോ. ഇതൊക്കെ എന്താണ്, പഴയ കാലത്തെ എന്തോ പ്ലേറ്റ്സൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അഗത്തി ദ്വീപിൽ നിന്നും ശേഖരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ ആർട്ടും ചിത്രങ്ങളും ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വറുത്തരി മുതലായവ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന കരിങ്കല്ലുണ്ടാക്കിയ തിരിക്കല്ല്, ചക്കി, അത് ഇവരുടെ ഭാഷയിൽ, അതായത് ഇവരുടെ എന്തോ ജെസറിയോ അങ്ങനെ എന്തോ അതുപോലത്തെ ഇതിലാണ് എഴുതിയിട്ടുള്ളത്. പഴയ ഇപ്പോൾ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഇവിടെ അത് ഏതോ ഒരു ബീച്ചിലെത്തിയിട്ടുണ്ട്. അതിലോ അഗത്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ അഗത്തി ദ്വീപ് എന്ന് പറയുന്നത് ആകെ 5 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് ഞാനിപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു. നല്ല വൈറ്റ് കളർ സാൻഡ്, നല്ല രസമുള്ള സാൻഡ്. ഐ ലവ് ലക്ഷദ്വീപും ഉണ്ട്, അടിപൊളി. ഇതൊക്കെ വാക്ക് ചെയ്യുന്ന ഇതിപ്പോൾ ഓടുന്ന ഈ കപ്പലല്ലല്ലോ, വെറുതെ അടക്കുന്നതല്ലേ, വെറുതെ അടക്കുന്നതായിരിക്കും. വാവ്, നല്ല രസമുണ്ട് കേട്ടോ. ഞാനിത് നടന്നുകൊണ്ടിരിക്കുന്നത് കുഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കുഴിയാനുണ്ടെന്ന് തോന്നുന്നു. ഓരോ ഹോള് കാണാൻ പറ്റുന്നുണ്ട്, വലിയ വലിയ ഹോള്. അത് ഞണ്ടാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ കുറേ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. എനിക്ക് ഫിഷിങ്ങിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കറിയില്ല നടക്കുമോ എന്നുള്ളത്. ആകെ ഒരു 3 ഡേയ്സേ ഉള്ളൂ. 12-ന് വന്നു, 12-നല്ലല്ലോ വന്നേ, 10 ഇന്ന്, 10-ാം തീയതി, 11, 12, 13 ഉച്ചയ്ക്ക് തിരിച്ചെറണാകുളത്തെത്തും. ബീച്ചാന്നേ തോന്നില്ല കേട്ടോ, വളരെ സൈലന്റ് അല്ലേ. ഇവരെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. അതിനാകെ 5 കിലോമീറ്റർ ഉള്ളൂ ഇത്, പിന്നെ കണ്ടുമുട്ടാണ്ടിരിക്കോ? അതാണ്. ഇതൊക്കെ ഇതാ നല്ല ക്ലിയർ വെള്ളം കേട്ടോ. നോക്ക്, ഫുള്ള് താഴത്തേക്ക് കാണാം അല്ലേ. നോക്ക്, സാധാരണ ബീച്ചിന്റെ അവിടെ ഭയങ്കര ശബ്ദമായിരിക്കൂലേ, ഇത് ഭയങ്കര പീസ്ഫുൾ. ശാന്തായിട്ടാ കിടക്കുന്നത്, ഒരു ശബ്ദം പോലും ഇല്ല. ഞാൻ മുന്നേ മലാവി പോയ സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതൊരു ലേക്കാണ്. ലേക്കിന് സാധാരണ ശബ്ദമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ ബീച്ച് പോലെ തിരമാലയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷെ അത്യാവശ്യം ക്ലീനാണ് കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ അവർ ഇട്ടിട്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പഴയ വലിയ കപ്പലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ സംശയം അവിടെ ഉള്ള ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുമോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്ന്. എനിക്ക് ഈ ബീച്ചിലിങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കാൻ അധികം ഇഷ്ടമല്ല. അതിനേക്കാൾ നല്ല ഇവിടുത്തെ ഓരോ അനുഭവങ്ങൾ എടുക്കുന്നു, വേറെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്ന. ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും ഈ കാണുന്നത് കപ്പലാ? എന്താ? ഓക്കെ, പണ്ടത്തെ അത് തുരുമ്പെടുത്ത് പോയി. ഓക്കെ. അത് ഈ കാർഗോ പോലത്തെ അല്ലേ? സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ തുരുമ്പെടുത്തിട്ടുള്ളത്. ഇത് ഷിപ്പ് സാധാ. ഓക്കെ. അതെന്താ, തെർമക്കോളാ? നിങ്ങളെ ഭാഷയ്ക്ക് മനസ്സിലാവണില്ല. അങ്ങനെ പറ. ഞാൻ അടുത്ത ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലഗൂൺ ബീച്ചാണ് ഇത്. നല്ല വേവ്സൊക്കെ ഉള്ള ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇവിടെ ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. ആഴവും കൂടുതലാണ്, പക്ഷെ ഭയങ്കര നീല കളർ പകുതി കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ്. പക്ഷെ കൂടുതൽ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ. ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ബീച്ചിൽ ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അടുത്ത ബീച്ചിലാണ് സൺസെറ്റ്. ഒരു ബീച്ചൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്ന്. ഇവിടെ ഉണ്ടോ എല്ലാവരും ഈ ദ്വീപിലെ ആൾക്കാർ തന്നെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഭയങ്കര സേഫാണ്, പോലീസുകാരില്ല, പ്രശ്നങ്ങളില്ല,
ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നെക്സ്റ്റ് ഡേ ഒരു ബീച്ചിൽ വന്നു. അപ്പോൾ ഞാനിവിടെ ഇറങ്ങി ചെറിയ രീതിയിലൊക്കെ നീന്താണെന്ന് എനിക്കറിയാം. എനിക്ക് വെള്ളം പേടിയാണെന്ന്, അങ്ങനെ നീന്താനും കാര്യമായിട്ടൊന്നും അറിയില്ല. ടെൻഷൻ കാരണം കടന്ന് പിടച്ചാണ് ഞാൻ നീന്തുന്നത്. അത് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നീന്തി പോവും, അല്ലാണ്ട് ഒരുപാടൊന്നും ഞാൻ പോവില്ല. പിന്നെ ഇത് ഭയങ്കര സോൾട്ടി വാട്ടറാണ്, ഭയങ്കര ഉപ്പാണ്, ഭയങ്കര കുത്തുന്ന രീതിയിലുള്ള ഉപ്പുവെള്ളമാണ് കേട്ടോ. പിന്നെ കടൽ കണ്ടപ്പം ഇറങ്ങി. ഗുഡ് മോർണിംഗ്. ഇന്നലെ ലാസ്റ്റ് ഒരു ബീച്ചിൽ പോയിട്ട് ഫുള്ള് ഞാൻ കടലിലൊക്കെ ഇറങ്ങി, കുറേയൊക്കെ നീന്തി, കുറച്ചൊക്കെ അറിയുന്ന രീതിയിലൊക്കെ ഞാൻ നീന്തി. അങ്ങനെ പിന്നെ അവിടെ ഒരു 7:30 കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഞാൻ റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് പിന്നെ ഇന്ന് വേറൊരു ഐലൻഡിൽ പോയിട്ട് സ്നോർക്ലിംഗ് ഒക്കെയാണ്. ലക്ഷദ്വീപിലൊരു പ്രധാന ഭക്ഷണമാണ് കേട്ടോ ഈ കാണുന്നത്. തേങ്ങാപ്പാലിൽ പഴം കട്ട് ചെയ്തിട്ടിട്ട് ഒരു അട പോലെ, അടയല്ല ഒരു അപ്പം പോലെ ഉണ്ട്, അതിലിങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കണം. പഞ്ചസാര ഓൾറെഡി അതിലുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബീച്ച് കാണാൻ എന്ത് രസമാണ് നോക്കിയാൽ. അടിപൊളി 2-3 കളറിലായിട്ടുള്ള നല്ല വൈറ്റ് സാൻഡ് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഈ ബോട്ടിൽ നമ്മൾ തിന്നാവരാന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ കുറേ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ അപ്പം ഓരോരോ ബോട്ടിലായിട്ടാണ് പോകുന്നത്. ഈ ആളുകളൊക്കെ ലാക്ക് റീഫ് പാക്കേജിൽ വന്ന ആളുകളാണ്. മലയാളീസ് ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പഞ്ചാബി ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇവർ അത്യാവശ്യം നല്ല ഇതാണ് ചെയ്യുന്നത് പാക്കേജ് എല്ലാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ എന്തായാലും കൊടുക്കാം. ഇവിടെ ജിയോ സിമ്മിന് റേഞ്ച് ഇല്ല, എൻ്റെ ജിയോ സിമ്മാണ്. അതുകൊണ്ട് എൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. ബാക്കി എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. VI ഉണ്ട്, എയർടെൽ ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ VI ആണ് കൂടുതൽ റേഞ്ച് ഉള്ളത്. കടലിൻ്റെ നടുവിലാണ്. ഇപ്പോഴും ഇവിടെ ഫുൾ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചിയൊക്കെ ഫുൾ വീഡിയോ കോളിൽ സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ, ഏറ്റവും ഒറ്റത്താണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്നാലും ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ തിണ്ണക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ് എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിനു മുന്നേ ഭയങ്കര സ്പീഡായിരുന്നു, ഇപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ആഴമൊന്നും ഇല്ലയെന്ന്, പക്ഷേ 1 മീറ്ററൊക്കെ ആഴം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ മുന്നേ ഭയങ്കര സ്പീഡിൽ വന്നില്ല. അവിടെയൊക്കെ എത്ര മീറ്റർ? ഓ, അത്ര ഉണ്ടല്ലേ. അപ്പോൾ എത്ര ആള് അടി താഴ്ച? ഓൾമോസ്റ്റ് ഒരാളെന്ന് പറയുമ്പോൾ കുറച്ച് ഓക്കെ, അടിപൊളി. പക്ഷെ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ തീരെ ആളില്ലാത്ത പോലെ തോന്നും അല്ലേ? 1-1.5 മീറ്റർ ഉണ്ട്, പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നും ഒട്ടും ഇല്ലെന്ന്. ഓ, കാരണം ഇങ്ങനെ അടി കാണുന്ന പോലെയാണ്. അടി കാണുന്നുണ്ട് ആക്ച്വലി. വൈറ്റ് സാൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഓ അടിപൊളിയാണ്. സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ബോട്ടും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെയാണോ ചെയ്യുന്നത്? ഇവിടെ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല, ലൈക്ക് വെള്ളത്തിലേക്ക് മുക്കാനുള്ള കവർ ഞാൻ എടുത്തിട്ടില്ല. 2 പ്രാവശ്യം ഫോണും ഗോപ്രോയും മുങ്ങി സീനായിട്ടുള്ളതാണ്, റിപ്പയർ ചെയ്താണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഇറക്കുന്നില്ല. സോ ബാഗിൽ വെക്കാൻ പോവാം കേട്ടോ ക്യാമറ എല്ലാം. സ്നോർക്ലിംഗ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെ ആഴുമില്ല കേട്ടോ, അതെ ഇത്ര ആഴമുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു.
ഭയങ്കര കണ്ണെല്ലാം എന്തോ പോലെ പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നീറുന്നു. പക്ഷെ എന്ത് രസം നോക്കി ഈ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല നീല കളർ. ഹലോ, സ്കൂബ ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? സോറി, സ്കൂബ അല്ലല്ലോ, സ്നോർക്കലിംഗ് ചെയ്ത് കഴിഞ്ഞോ? വെറൈറ്റി മീൻസ് ഫിഷസ്. ഫിഷിന് ബിസ്ക്കറ്റ് ഇട്ടെടുത്തോ? അപ്പൊ അല്ല അടിപൊളി. ഏത് അടിപൊളിയായിരുന്നു? ബിസ്ക്കറ്റ് ഇട്ടെടുത്തപ്പോ ആ ഫിഷ് ഇങ്ങനെ ബിസ്ക്കറ്റ് അടിപൊളിയായിരുന്നു. അതെ അതെ, ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടെടുത്തപ്പോ അതിനിങ്ങനെ തൊടുന്ന പോലെ തോന്നി. നമ്മളെ ക്ലോസ് ആയിട്ട് പിടിക്കാൻ കഴിയുന്നില്ല, പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതായി പോവാ. പിടിക്കാൻ തോന്നുന്നു നമുക്ക്, പിടിക്കാൻ നമ്മള് പിടിച്ചിട്ട് അത് കിട്ടണില്ല. വെറൈറ്റി കളർ അല്ലേ? അതെ, നല്ല സെറ്റാ. ആ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങുമ്പോ നേരെ കാണാം, അല്ലെങ്കിൽ ഒന്നും കാണില്ല. പിടിക്കുക, അത് സ്കിഡായി ഇങ്ങനെ പോവും. നീന്താനോ? നീന്താനോ അങ്ങനെ കുറച്ച്, അത് പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ അറിയില്ല പണ്ടിപ്പോഴും അറിയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ ഒരെണ്ണം തന്ന്. ഓ, ഞങ്ങൾക്ക് ആകെ കുറച്ചുള്ളൂ. അവര് ഞാൻ ഓരോരുത്തരെ പോയിട്ട് വരുന്നു. ഓ അങ്ങനെ, നിങ്ങൾ 3 നേരമല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നീന്തൽ അറിയില്ലേ? നീന്തിക്കൊന്ന് നീന്ത് നീന്ത്. പിന്നെ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിന്? ഞാൻ നീന്തണ ഒരു വീഡിയോ എടുത്താ. എനിക്ക് നീന്താനൊന്നും അറിയില്ല, അവിടെ വരെ. ഓക്കെ, അരിമണി നീന്തുകയാണ് ഗൈസ്, നീന്തുകയാണ് ഗൈസ്. അല്ല, അത് പോയോ? ഇല്ല വാ, ഇത് പോയോ കളി, ഇത് പോയോ കാണില്ല. മതി, കാണില്ല. അരിമണി നീന്തുകയാണ് ഗൈസ്. എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം എനിക്ക് വെള്ളം അത്രത്തോളം പേടിയാണ്. അരിമണിയോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വെള്ളത്തിന് അത്ര പേടിയില്ല, എന്നാലും ചെറിയൊരു ഭയം ഉള്ളിൽ എവിടെയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യൂ. നീന്തി ഇപ്പൊ ഒരുപാട് നീന്തൽ പഠിച്ചിട്ടുണ്ട്. അയ്യോ, വിശക്കുന്നു. ഭക്ഷണം തായോ. ഫിഷ് ബിരിയാണി മറ്റേ പച്ചക്കുതിര ഫുഡ് പാലൊക്കെ ഒഴിച്ചിട്ട് മറ്റേ ആ സാധനം പായൊക്കെ ഉള്ള. ഞങ്ങള് പുട്ട്. അതിന്റെ പേരെന്താ? ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ്. പിന്നെ ഇതിന്റെ അടിയിൽ വേറെ എന്തിനേലും സാധനങ്ങൾക്ക് ജീവനുണ്ടോന്ന് അറിയോ? എങ്ങനെ? അങ്ങനത്തെ ഇതിന് ജീവൻ അപ്പൊ മറ്റോ കാണിച്ചല്ലേ? ഏതാ? ചിലതിങ്ങനെ നീരാളി പോലെ ഇങ്ങനെ. ഷിപ്പിന്റെ ബാക്കിലോ? അവിടെ ആ പഴയ ഷിപ്പാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി പഴയ ഷിപ്പാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടില്ല. തിണ്ണക്കാർ ഐലൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടെ എവിടെ നോക്കിയത് തിണ്ണക്കാരല്ലേ ഇതിന്റെ പേര്? തിണ്ണക്കാര. തിണ്ണക്കാര ഐലൻഡ് നല്ല രസാ. ഡാർക്ക് ബ്ലൂ ഉള്ളത് നല്ല ആഴുണ്ടാവും, ലൈറ്റ് ബ്ലൂവിൽ ആഴുണ്ടാവും. ഇവിടെ ഉണ്ടോ ക്ലിയർ ആയിട്ട് വൈറ്റ് കളറിൽ കാണാം. അത് വൈറ്റ് സാൻഡിൽ വൈറ്റ് ബീച്ച് നോക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വിശന്നിട്ട് വയ്യാട്ടോ എനിക്ക്. ഫിഷ് ബിരിയാണി എന്തുകൊണ്ട് പറയുന്നുണ്ട്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി അടുത്ത സ്നോർക്കലിങ്. ആ സ്നോർക്കലിങ് എണീച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ കണ്ട പോലെ ഭയങ്കര ഡീപ്പാണ്. ഒരു 6, 7, 8 മീറ്റർ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ലൈഫ് ജാക്കറ്റ് ഇട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ചെരുപ്പെല്ലാം കയ്യിൽ വെച്ച് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുക്കത്തെ വെയിലാണ്. അതാണ് സൺഗ്ലാസ് ചെയ്തിട്ടേക്കുന്നത്. മേലൊക്കെ പൊള്ളി പോകുന്നു. ഒരു 50 ഡിഗ്രി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും തോന്നുന്നുണ്ട് കേട്ടോ. സീൻ. ഈ ഐലൻഡിൽ ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ഫുഡ് ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കിട്ടും അങ്ങനെയാണ് വിചാരിച്ചേ. അങ്ങനെയല്ല, ഇത് ഇവിടെ ചുമ്മാ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഫുഡ് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് നമ്മുടെ ഐലൻഡിൽ നിന്ന് അകത്തിന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താ പണിയുന്നതാ? അപ്പൊ ആൾതാമസം വരും. ടൂറിസ്റ്റ് മാത്രം വരാന്. കുറെ റിസോർട്ടുകൾ പണിയുന്നുണ്ട്. അപ്പൊ നല്ലായിരിക്കും. ഇപ്പോൾ ഈ ബീച്ചിലൊക്കെ റിസോർട്ടിൽ നിന്നിട്ടുള്ള ആക്സസ് ഒക്കെ അടിപൊളിയായിരിക്കും. സൂപ്പർ. ഇത് കൊള്ളാലോ ഐലൻഡ്. ഇവിടെ ആൾത്താമസം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അടിപൊളിയാ. ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചു? ഇട്ട് വന്നത് ലക്ഷദ്വീപിലെ ഫേമസ് ഫുഡ് ഇട്ട് വന്നത്. വെജ് കൊടുത്തില്ലേ വെജ് ബിരിയാണിന് അവര് പുതിയ പേരിട്ട്. ഫിഷ് ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും. മുത്തശ്ശി ഇന്നലെ തന്നു പറഞ്ഞില്ലേ, അതാണത്. മുത്തശ്ശി തന്നൊന്നല്ല. ചെരുപ്പ് വേണ്ട. ഉച്ച നേരത്ത് ഇതാ ഞാനിങ്ങനെ കടലിൽ കിടക്കാട്ടോ. ഇവിടെ ആഴമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ കിടക്കുന്നത്. ഇവിടെ അടിപൊളി. എന്നെ കാണാൻ പറ്റില്ലേ? വെള്ളത്തില് അടിയിൽ കാലൊക്കെ കാണൂലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ശരിക്കും ഈ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ആവാൻ കാരണം എന്താ അറിയില്ലല്ലേ? അടിപൊളി. ഉച്ച നേരത്ത് ഇങ്ങനെ കിടക്കും, നല്ല സുഖമുണ്ട്. ഇനി എപ്പോഴാ അടുത്ത സ്നോർക്കലിംഗ്? ഇപ്പോ നമ്മൾ ബോട്ടിൽ കയറിട്ട് അടുത്ത് പോവാ. ഇവിടെ എത്രയുണ്ട്? ഇവിടെ എത്രയുണ്ട് അടുത്ത സ്ഥലത്തേക്ക്? ഒരു 50 മിനിറ്റ്സ് ഇതാ പോണ ഭാഗത്ത്. അടിപൊളിയല്ലേ? നോക്കണേ ഷാർപ്പ് കോൾസ്. ഞാനിപ്പോ ഇവിടെ കൊറേ ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചെടുത്തേ. എത്ര ദൂരല്ലേ? നമ്മള് കൊറേ ദൂരം നടന്നിട്ട് അവിടെ എത്ര ആളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ നമുക്ക് കാലിന്റെ എത്ര ആളുള്ളൂ. ക്ലിയർ ആയിട്ടതാ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ വൈറ്റ് സാൻഡെല്ലാം നമുക്ക് കാണാൻ പറ്റും. അടിയിൽ കോറലാണല്ലേ പ്ലാൻ? ബ്ലൂ ആണ് സാൻഡ് അല്ലേ? നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം കൊറേ കോറലുണ്ടോ? കൊറേ ബ്ലൂ ബ്ലാക്ക് ഉണ്ട്. കോറ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് സ്നോർക്കലിംഗ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ഇവിടെ എത്ര മീറ്റർ ഡീപ്പ് ഉണ്ട്? 2 മീറ്ററോ? എത്രയുണ്ട്? 3 മീറ്റർ.
3 മീറ്റർ ഡെപ്ത് ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോരുത്തർ പോയിട്ട് വരുന്നു. ഞാൻ ദേ ലാസ്റ്റ് പോകാൻ വേണ്ടിയിരിക്കുക. അവിടെ കുറേ കോറൽസ് കാണാം. ഓക്കെ. കടൽ ചേനയോ? ഇതിന്റെ ജീവനുണ്ട്. എങ്ങനെ അറിയോ? ഇത് ഇവിടെ തുറക്കും. ഇത് ബ്രീത്ത് ചെയ്യും, ഇത് തുറക്കും. ആണോ? പക്ഷെ ഇളകുന്നില്ലല്ലോ. അമർത്തുമ്പോ അതിങ്ങനെ അത് നല്ല ടൈറ്റ് ആയി നമ്മള് കടിക്കുന്ന മാതിരിയല്ലേ. ഇത് തിന്നാൻ പറ്റോ? അതിന് വേദന എടുക്കുവോ നമ്മള്? എന്തായാലും ജീവനുള്ള സാധനല്ലേ. മുള്ളു പോലെ. ലാസ്റ്റ് ചെയ്ത സ്നോർക്ലിങ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. വീഡിയോ എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടിയേനെ. പക്ഷെ ഞാൻ ഗോപ്രോ ഒരു വട്ടം സീൻ ആയതുകൊണ്ട് പിന്നെ രണ്ടാമത് ഞാൻ റിസ്ക് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കവറില്ലാണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അത് ഇവിടെ സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞ ഒരു ബീച്ചിൽ ലാസ്റ്റ് ഫൈനൽ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ചുറ്റും വെള്ളമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റ് സാൻഡ് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലോ ടൈഡാണ്. ഹൈ ടൈഡ് ആവുന്ന സമയത്ത് ഇതേ വെള്ളം പയ്യെ കയറുന്നുണ്ട്. മൊത്തം വെള്ളമാവും കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു സ്പോട്ട്. ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നേ, ഒരു ഡ്രോണിലൊരു വിഷ്വൽസ് ഇങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ നൈസായിട്ടുണ്ടാവും. രാവിലെ തൊട്ട് വെയിൽ കൊണ്ടതേ എൻ്റെ ഇവിടെയൊക്കെ പാടായിട്ടുണ്ട് കേട്ടോ. മൊത്തം ടാൻ അടിച്ചേക്കുവാണ്. കംപ്ലീറ്റ് ടാനാണ് ബോഡി മൊത്തം. മുഖമൊക്കെ ഇങ്ങനെ നീറായി. ഉപ്പുവെള്ളത്തിൽ രാവിലെ തൊട്ട് കിടക്കുക. ഇവിടെ അതേ മീനൊക്കെ ചത്ത് പൊങ്ങിയിട്ടുണ്ട്. അവിടെ പിടിക്കാൻ വേണ്ടി അവർ ഇത് ഇട്ടിരുന്നതായിരുന്നു. പക്ഷെ അതിപ്പോൾ കുറേ നേരം ആയതുകൊണ്ട് അത് വെള്ളം കുടിച്ച് വീർത്ത്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ എടുക്കാൻ നല്ല വലിയ മീൻ. ഹായ്, പേര് പറഞ്ഞോ? ആ പേര്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ പരിചയം ഉണ്ടായിരുന്നു മുന്നേ. പക്ഷെ നമ്മളിപ്പോഴാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. എന്താണ് ഫിഷോ? മുള്ളു മീനാ? മുള്ളാണിന്ന് പേര്? മുള്ളു മീനാ? മുള്ളു മീന്. ഹായ്. ഇതെന്താ? ഞാൻ അവിടുന്ന് ഒരു പൊറോട്ടയും എന്തോ ഒരു ഫിഷ് കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാർഗോ ഷിപ്പൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് വന്നേക്കാം. ഇത് ഈ വണ്ടി ഇങ്ങോട്ട് റിസോർട്ടിലേക്ക് ഉള്ള വണ്ടിയാ? ഓക്കെ. അത് കാറ് പക്ഷെ ഇവിടെ ഈ ഇതിലെല്ലാം അധികം കാണില്ലല്ലോ. എന്താ? അതായത് സ്വന്തമായിട്ടുള്ളത്. അല്ലാതെ എല്ലാരും ബൈക്കാ കൂടുതൽ കാണുന്നത് അല്ലേ? എന്ത് ബൈക്കാ കൂടുതൽ? പക്ഷെ ഇപ്പൊ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ കാറുണ്ട്. അതിങ്ങനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതിലാ കൊണ്ടുവന്നല്ലേ? അവിടെ എല്ലാ കൊറേ സാധനങ്ങള് ഫുള്ള് എവിടുന്നൊക്കെ കൊണ്ടുവരുന്നത്? മംഗലാപുരം. ഓക്കെ. അപ്പൊ ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇവിടെ ഫിഷും തേങ്ങയും. ഫിഷും കോക്കനട്ട്. ഫിഷും കോക്കനട്ടും മാത്രമേ ഉള്ളൂ. ബാക്കി പച്ചക്കറി മൊത്തല്ലേ? ഉള്ളി, വെളുത്തുള്ളി എല്ലാം. അതാ എല്ലാ സാധനങ്ങളും. പച്ചമുളകും ക്യാപ്സിക്കും ക്യാരറ്റും എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ഇത് ഫുൾ ടൈം ഇങ്ങനെ വരുമോ അതോ ഒരു ഷിപ്പ് ഇടയ്ക്ക് വന്ന്? ഓ, മാസത്തിലൊന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ജസ്റ്റ് വന്നുള്ളൂ അല്ലേ? ഇപ്പൊ ഇതിന് കൊറേ സമയം. ഇവിടെ തിരിച്ചു പോകുമ്പോ തിരിച്ചിന് ഇവിടെ ഈ ഷിപ്പിന് എങ്ങടെ പോവാ? കൊച്ചിയിലോ? അപ്പൊ പോകുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുപോകും? എന്ത്? ഡ്രം. ഓക്കെ. അതെന്താ വലിച്ചെടുക്കുന്നത്? അതെന്താ അതിന്റെ ഉള്ളിലാണോ സ്റ്റോർ ചെയ്തിരുന്നത്? ഓക്കെ. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ എടുക്കണേ അല്ലേ? അപ്പൊ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്ക് മാത്രമേ എനിക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായത് അല്ലേ? അതെന്താ ഓരോ പണിക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇല്ല അല്ലേ? അപ്പൊ ഈ ഷിപ്പിലാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് ഒരുപാട് പൈസ എക്സ്പെൻസ് വരില്ലേ? കാരണം നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേന് കണ്ടോ? അത് ക്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ഇത് വെക്കുന്നത്.
ഇതെന്താ എന്തോ പണിക്കുള്ള എന്തോ സാധനം അല്ലേ? ഓ എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇവർക്ക് എക്സ്പെൻസ്. പക്ഷെ മീനിന് ഇവിടെ ഭയങ്കര വില കുറവാണ്. ഞാൻ ഇന്നൊരു സ്ഥലത്ത് അവിടെ മീന് 100 ലേലത്തിന് വിളിക്കുന്ന പോലെ അങ്ങനെ കുറെ ആൾക്കാർ കേര വന്ന് മേടിച്ചിട്ട് പോവാ. അതിന് 3 കിലോന്റെ അടുത്തൊക്കെ ഉള്ളതിന് 100 ചില ടൈമിൽ 50 രൂപക്ക് കേര അല്ലേ? കേരളത്തില് മലപ്പുറത്താണ് പഠിച്ചില്ലേ? അതിന്റെ സ്ലാങ് കേട്ട് കഴിഞ്ഞാല് കറക്റ്റ് മലപ്പുറത്ത് അതേ സ്ലാങ്ങാ. ഞാനിവിടെ ഒരു റൗണ്ടൊക്കെ അടിച്ച് അതിനുശേഷം നൗഫലിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ്, ഹലോ. പേര് മലയാളം അറിയില്ല, സംസാരിക്കൂല? ഓക്കെ ഓക്കെ. നാണോ ആയിട്ട്. ഇതെല്ലാരും റിലേറ്റീവ്സ് അല്ലേ? അതായത് ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ജോയിന്റ് ഫാമിലി അല്ലേ? പിള്ളേരും എല്ലാരും ഇവിടെ ഒരുമിച്ച് തന്നെയാണ്. ഞാൻ പറയാണ് കേരളത്തിൽ അങ്ങനെ ഇപ്പൊ ഒരിക്കലും അങ്ങനെ കാണാറില്ല. അത് ഇവിടെ എല്ലാം വ്യത്യസ്ത രീതിയിലാണ് അങ്ങനെ. ഇപ്പൊ ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഇവിടെ തന്നെ ഫുഡ് കൊടുക്കും അല്ലേ? ഓക്കെ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ടൂറിസത്തിന്റെ ജോലി അങ്ങനെയൊക്കെയാണല്ലേ? കൂടുതൽ ആളുകൾക്കും ചെയ്യുന്നുണ്ടോ? 2 വർഷമായിട്ട് ടൂറിസത്തിന്റെ പുതിയ ആൾക്കാരെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നല്ലേ? അല്ലാതെ നിങ്ങക്ക് വേറെ സ്ഥലത്ത് അവര് സ്റ്റേ കാര്യങ്ങളൊക്കെ കൊടുക്കാം? എക്സ്പീരിയൻസ് ഒന്ന് പറയോ? പുള്ളിക്കാരി ഞാൻ ചോദിക്കുമായിരുന്നു നീന്തല് അറിയോന്ന്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ പേടിയില്ല ചോദിച്ചു. അവന് വെള്ളം മാത്രമേ പേടിയെന്ന്. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ നീന്താൻ അറിയോന്ന് ചോദിച്ചോ. നീരാളീനെ പിടിക്കാനും പോയിട്ടുണ്ടാവും. മുന്നേ പറയേ, പറഞ്ഞോളൂ. പറയാ പറ. അതാ. ഹായ്, പേര്? ഓക്കെ. എന്റെ കാലില് ഈ ഒരു ഇത് കണ്ടിട്ട് ഇത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാൻ വന്നാ കേട്ടോ. ഇതാ ഇത് ആരാ എവിടുന്ന് പിടിച്ചിട്ട് വരുന്നത്? ഇത് എന്തിനു ഉപയോഗിക്കുന്നേ? ഓക്കെ. ഇത് കടലില് പോയിട്ട് പിടിക്കുന്നേ? ഓക്കെ. ഇതല്ലേ? ഓ, പല ഷേപ്പില്. ഇത് ഉള്ളിലാണോ അതോ എങ്ങനെയാ? ഇത് കഴുകിട്ട് വെച്ചതാ. ഇത് കൊണ്ടുവന്ന പൂത്ത് ഇങ്ങനെ പുളിയൊക്കെ കുഴിച്ചിട്ട് പൂത്തി വെക്കും. ഇതിന്റെ ദശയൊക്കെ ഇടിഞ്ഞ് പോയി കഴിയുമ്പോ മണമൊക്കെ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച ഇത് വെച്ചാണ് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. നോർമലി ഇതൊന്നും ഇടിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ കിട്ടിയതല്ലേ? ഇത് എവിടുന്ന് കിട്ടുന്ന ഇങ്ങനെ? കടലിന്. ആ, ഇതൊക്കെ എടുക്കുമല്ലേ? അപ്പൊ എത്ര ആഴത്ത് പോവും? ഓ, തൊട്ടടുത്ത് തന്നെ. അപ്പൊ നിങ്ങക്ക് അറിയാൻ പറ്റുമോ എക്സാക്ട് സ്ഥലം എവിടെ ഉണ്ടാവുക അങ്ങനെ? ഓക്കെ. അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലേ അത് വെച്ച് സാധനം? അത് ഓൾറെഡി കിട്ടുമ്പോ തന്നെ അങ്ങനത്തെ ഷേപ്പ് തന്നെ ആണല്ലേ? ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഷേപ്പ് ആക്കി മാറ്റാന്നാ. കണ്ടോ, ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഷേപ്പിലാണുള്ളത്. അക്വേറിയൊന്നും ഇല്ല. അക്വേറിയത്തിലിടാനാ നല്ലതാ. ഇതൊക്കെ ഇടാറുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഡോക്ടേഴ്സ്മാർ വന്നപ്പോഴൊക്കെ ഇതൊക്കെ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. റംസാൻ എന്താ പ്രത്യേകത? ഓ, മലയാള ഭാഷ ആരോടാ ഞാൻ സംസാരിക്കുന്നേ? പറയേ. ഇവിടെ എല്ലാവർക്കും നാണാണല്ലോ. ഓർമ്മൂല എന്താ? അതായത് നോമ്പ് തോർന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ ഉറങ്ങൊന്നുമില്ല, ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമോ? പക്ഷെ ഈ എല്ലാ ദിവസവും എന്ത് സംസാരിക്കും ഇവര്? ഗെയിംസ് കളിക്കും. അപ്പൊ ലേറ്റ് ഒക്കെ ഉണ്ടാവോ? ലേറ്റ് ഒക്കെ ഉണ്ടാവും.
ഓക്കെ, ഹോട്ടല് രാത്രി, ഹോട്ടല് ഷോപ്പ് എല്ലാം രാത്രി, എല്ലാം രാത്രി ഉണ്ടാവും. അപ്പൊ പകലൊന്നും ഉണ്ടാവില്ല. പകലൊന്നും ഉണ്ടാവും. അപ്പൊ രാവിലെ എപ്പോഴാണ് പിന്നെ ഉറങ്ങാ? ഉറങ്ങുന്ന ഒരു 7 ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. രാവിലെ 7 മണി 7 ആകുമ്പോൾ 7:30 ആകുമ്പോ ഉറങ്ങോളൂ ശരിക്കും? ഉറങ്ങിയിട്ട് ഞാൻ എണീക്കുന്നത് പാമ്പ് കൊടുത്താൽ ഓക്കെ. സമയമാകുമ്പോൾ എണീക്കും. സാധാരണ എല്ലാരും എണീക്കുന്നത് രാത്രി 9 തുറക്കാനുള്ള ഫുഡിന്റെ സ്പെഷ്യൽ ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പണിയുള്ളത്. അത്ര ജോലിയൊന്നുമില്ല. വീട്ടിൽ കൂടുതലില്ല, കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കും. ഓക്കെ. തിരിച്ച് ഞാനിത് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.